തിങ്കളാഴ്ച ശിക്ഷ വിധിക്കുമ്പോൾ എന്ത് ഒരു വിധിയാണ്, ഒരു ശിക്ഷയാണ് പ്രതിക്ക് കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഇവിടെ വിധിയെക്കുറിച്ച് മുൻവിധി എഴുതുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ടത് ഇതൊരു വലിയൊരു വിശ്വാസ വഞ്ചനയുടെ കഥയാണ്. ദിവ്യമായ പ്രേമത്തിന് ഇഞ്ചിഞ്ചായി വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച ഒരു കഥയുടെ പര്യവസാനമാണ്. അതായത് താൻ മരിക്കുകയാണെന്ന് ഉറപ്പായിട്ടും 8 നാൾ കഴിഞ്ഞിട്ടും 9 നാൾ കഴിഞ്ഞിട്ടും ഇഞ്ചിഞ്ചായ വേദനയോടുകൂടി മരിക്കുമ്പോഴും ആ പെൺകുട്ടി ആ ചെറുപ്പക്കാരൻ തള്ളിപ്പറയാൻ തയ്യാറായില്ല. ദിവ്യമായ സ്നേഹത്തിൻ്റെ, പരിപാവനമായ ആ പ്രേമത്തിൻ്റെ ഒരു അന്തസ്സത്തെ വഞ്ചിക്കുകയായിരുന്നു ഈ കുട്ടി. പ്രായത്തിനും മതത്തിനും രാഷ്ട്രീയത്തിനും ജാതിക്കൊക്കെ അതീതമായുള്ള ആ സ്നേഹത്തിന് വില കൽപ്പിക്കാതെ ക്രൂരമായി കൊല ചെയ്യപ്പെടുകയായിരുന്നു. ഇതിന് തികച്ചും മാതൃകാപരമായ ഒരു പണിഷ്മെൻറ്റ് തന്നെ ലഭിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അറിഞ്ഞിടത്തോളം പെൺകുട്ടിയുടെ പ്രായം, പഠിത്തം, വിദ്യാഭ്യാസം ഇതൊക്കെ നോക്കിയിട്ടാണ് കോടതി ശിക്ഷ വിധിക്കാൻ പോകുന്നത് പറയുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയുക? ഇതൊരു ആണായിരുന്നെങ്കിൽ ഇതിങ്ങനെ തന്നെ ആയി ശിക്ഷ മാറുമോ? അവിടെയാണെന്ന് വേണ്ടത്. ഇവിടെ ഒരു പ്രതി, ഞാൻ ബിരുദാനന്തര ബിരുദധാരിയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ കാരണത്താൽ ശിക്ഷ ഇളവ് വേണമെന്ന് പറയുമ്പോൾ ഒരാളെ കൊല്ലുവാനുള്ള ലൈസൻസ് എനിക്ക് ലഭിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് പോലെയാണ് തോന്നുന്നത്. നീതിന്യായ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നു, ഇളിച്ചു കാട്ടുന്ന തരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സാണ് നടത്തിയിരിക്കുന്നത്. ഇത് കോടതി മനസ്സിലാക്കി ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നൽകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. തീർച്ചയായും നിയമം ഇപ്പോൾ 2 തട്ടിലായിട്ട് മാറുവാണ്. ആണുങ്ങൾക്കൊരു നിയമം, പെണ്ണുങ്ങൾക്കൊരു നിയമം എന്ന രീതിയിൽ അത് നമ്മൾ ചിന്തിക്കുന്നതാണ്. നീതിന്യായ വ്യവസ്ഥ നടപ്പാക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ. പെൺകുട്ടിയാണ്, അഭ്യസ്ത വിദ്യയാണ്, റാങ്ക് ഹോൾഡറാണ് എന്നുള്ള അവകാശങ്ങൾ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ പോലും പങ്കുവച്ച നമ്മൾ കണ്ട നാടാണ്. പക്ഷേ കോടതിക്ക് അതൊന്നും പരിഗണിക്കാനാവില്ലെന്നും നീതിന്യായ വ്യവസ്ഥ അതിന് കൂടെ ചേർത്തിട്ടുള്ള മറുപടി തന്നെ നൽകും, തുല്യനീതി നടപ്പാക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. തീർച്ചയായും അതുണ്ടാവും. ഇന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞൊരു കാര്യമാണ്, ചെകുത്താൻ്റെ സ്വഭാവമുള്ള പ്രതി എന്നൊരു പരാമർശം പ്രോസിക്യൂഷൻ നടത്തിയിരുന്നു. അതിനോട് എന്താണ് പറയുന്നത്? തീർച്ചയായും 100% അതിനോട് യോജിക്കുന്നു. ചെകുത്താൻ പോലും കഴിയാത്ത തരത്തിലുള്ള ആ ദിവ്യമായ പ്രേമത്തെ ഇത്രയും ക്രൂരമായി കൊല ചെയ്യാൻ കഴിയുമെന്ന്, അതും മറ്റു റെക്കോർഡ്സിലൊക്കെ നോക്കി ഒരു തലത്തിലും താൻ പിടിക്കപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വളരെ ഗൂഢമായ പദ്ധതി ഒരുക്കി ആസൂത്രിതമായ ആ പ്രേമത്തെ, ആ സ്നേഹത്തെ, ദിവ്യ പരിപാവനതയെ വഞ്ചിച്ച ആ കുട്ടിക്ക് അതൊരു മനുഷ്യക്കുട്ടിയെന്ന് പോലും പറയാൻ കഴിയില്ല. അതിന് തികച്ചും അർഹമാകുന്ന മാതൃകാപരമായ സമൂഹത്തിന് നല്ല നിർദ്ദേശം നൽകുന്ന തരത്തിലുള്ള ശക്തമായ താക്കീതെന്നോണം ഒരു ശിക്ഷാവിധി വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനിയും പഠിക്കണമെന്നൊരു ആഗ്രഹം കൂടി പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. തീർച്ചയായും പഠിക്കാനുള്ള അവകാശം നീതിന്യായ വ്യവസ്ഥയിൽ നിഷേധിക്കാനാവില്ല. പക്ഷേ ഇനിയും കൂടുതൽ പഠിക്കുന്നത്, ഇനിയും ആരെയൊക്കെ കൊല്ലാനുള്ള വിദ്യയുടെ ഭാഗം തന്ത്രം പഠിക്കുവാനാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചു ചിന്തിക്കേണ്ടത്. അവരുന്നയിക്കുന്ന മറ്റു ചില വാദങ്ങളാണ് ഷാരൂൺ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്തെന്ന് നടക്കുമുള്ള വാദങ്ങൾ അവർ ഉന്നയിക്കുന്നു. ഒരു വക്കീല് അല്ലെങ്കിൽ മറ്റുള്ള വ്യവസ്ഥകൾ തൻ്റെ പ്രതിയെ അല്ലെങ്കിൽ തൻ്റെ കക്ഷിയെ വിജയിപ്പിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കുക തന്നെ ചെയ്യും. അതിന് ഇല്ലാത്ത നീതിന്യായ വ്യവസ്ഥയിലൊന്നും ഇല്ലാത്തതും ഉള്ളതുമായിട്ടുള്ള രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങളും പഴുതുകളും ഉപയോഗിക്കുക സ്വാഭാവികം. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടോ ഉദ്യോഗസ്ഥരോ മറ്റ് ഏജൻസികളോ ഒന്നും തന്നെ പ്രഖ്യാപിക്കാത്ത, കണ്ടുപിടിക്കാത്ത പുതിയ ന്യായവാദങ്ങൾ എന്തിനു വേണ്ടിയെന്ന് കോടതിക്ക് ബോധ്യമാവും, പൊതുജനത്തിനും ബോധ്യമാവും. അതുതന്നെയാണ് അതിൻ്റെ വാസ്തവം. അതൊന്നും പരിഗണിക്കപ്പെടില്ല. തീർച്ചയായിട്ടും വധശിക്ഷ വേണം, വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ കിട്ടണമെന്ന ആഗ്രഹം തന്നെയാണ് എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്നത്.